കണ്ടസ്റ്റന്റായ മെഹറിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സുന്ദരി കുട്ടി, താങ്ക് യു. ഈ ഡ്രസ് ആര് സെലക്ട് ചെയ്തേ? ഉമ്മയും കൂടെയാണ് അല്ലേ എല്ലാ ഡ്രസ്സും സെലക്ട് ചെയ്യാറ്? ആണോ? സ്കൂളിൽ എന്തൊക്കെയാണ് വിശേഷം? സുഖം. ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു പാട്ടൊക്കെ കേട്ടപ്പോ? വളരെ നന്നായിട്ടെന്ന് പറഞ്ഞു അല്ലേ? എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട് അല്ലേ? ഇന്ന് ഏത് പാട്ടാ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഇന്ന് ഗുണമണിയായ റസൂലുള്ള. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി ബദറല്ലേ പരിമള സുഗന്ധ പൂങ്കാവല്ലേ ചെടിയോന്റെ മുതസിലെ മയിലല്ലേ പതിമക്കത്തുതിത്തുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി ബദറല്ലേ പരിമള സുഗന്ധ പൂങ്കാവല്ലേ ചെടിയോന്റെ മുതസിലെ മയിലല്ലേ മർഹബായ മധുശരയിൽ തനിയായോരേ പൂവത്ത് പെരുത്തുള്ള നബിയോരേ ഫളിലത്തും ഫസാത്തും മികച്ചോരേ ശഫാഅത്ത് കനിയും റസൂലോരേ മധുശരയിൽ തനിയായോരേ പൂവത്ത് പെരുത്തുള്ള നബിയോരേ ഫളിലത്തും ഫസാത്തും മികച്ചോരേ ശഫാഅത്ത് കനിയും റസൂലോരേ മെഹറിൻ ചേച്ചി പാട്ട് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. പാട്ട് പാടി കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി?
നന്നായി പാടിയെന്ന് തോന്നി. നന്നായി പാടിയെന്ന് തോന്നി അല്ലേ? ഓക്കെ, ജഡ്ജസിന് വെച്ചേക്കാം. നന്നായി പാടിയോന്ന് മോഹൻ പിള്ള സർ. മെഹ്റൻ നന്നായി പാടിയെന്ന് തോന്നുന്നു അല്ലേ? പാട്ട് വളരെ ഗംഭീരമായി. താങ്ക് യു സർ. ശ്രുതി ശുദ്ധമായിട്ടൊരു പാട്ട് കേട്ടാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം, സംഗീതം ഇഷ്ടപ്പെടുന്നവരായാലും അല്ലാത്തവരായാലും, ശ്രുതി ശുദ്ധമായ ഒരു സംഗീതം കേട്ടാൽ വല്ലാത്തൊരു അനുഭൂതി ആയിരിക്കും മനുഷ്യനുണ്ടാകുന്നത്. അപ്പം വളരെ ശ്രുതി ശുദ്ധമായിട്ട് ആദ്യ അവസാനം പാടി അതിന് പ്രത്യേക അനുമോദനം ഞാൻ തരികയാണ്. താങ്ക് യു സർ. പക്ഷേ ഇടയ്ക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഒരിടത്ത് ശ്രുതി പോവുകയും ചെയ്തു. മർഹബ മർഹബ അങ്ങനൊരു ഭാഗമല്ലേ, അത് തുടങ്ങിയപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കണ്ണ് കിട്ടാതിരിക്കാൻ അത്രയും ആവശ്യമാണ് കേട്ടോ. നമ്മൾ നന്നായി പാടി. താങ്ക് യു സർ. അതിലുപരി നമ്മുടെ ഓർക്കസ്ട്ര ടീം, അവരുടെ ഫുൾ സപ്പോർട്ട്, അവരും വളരെ നല്ല ഇതിലായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊരു പ്രത്യേക നന്ദി പറയണം. നല്ല ഒരു ഗായികയായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. ഫസീലത്ത. മെഹ്റീൻ, എന്താ? മോളിത് എഴുതിയത് ആരാന്നറിയോ പാട്ട്? ഇല്ല. KS ഖാദർ എന്ന് പറഞ്ഞ ഒരാളാണ്. എൻ്റെ അയൽവാസിയായിരുന്നു പണ്ട്. മലപ്പുറം ജില്ലയിലെ തവനൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല. പിന്നെ ഇതിൻ്റെ ട്യൂണ് ബിയൻകുട്ടി സാറാണ്. മോള് നന്നായി പാടി. താങ്ക് സാറ് യു. പറഞ്ഞു കൊടുത്ത ആ ശ്രുതി പോയത് എന്താണെന്നറിയോ മോക്ക്? മർഹബ എന്നാ മോള് പറഞ്ഞത്. മർഹബയാണ്, മർഹബ. സ്വാഗതം എന്നുള്ള അതാണ്. അപ്പം ആ അക്ഷരത്തിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ എല്ലാ സ്ഥലത്തും മോള് നന്നായിട്ട് തന്നെയാണ് പാടിയത്. അപ്പം മാഷ് പറഞ്ഞ മാതിരിയിൽ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ അതങ്ങനെ തെറ്റിപ്പോയത്. ഇത്രയ്ക്ക് നന്നായി പാടി മോള്. താങ്ക് യു സർ. വേറെ ഒന്നും പറയാനില്ല എനിക്ക്. ഡ്രസ്സൊക്കെ വളരെ ഗംഭീരമായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മോൻസി സർ. ഒറ്റ വാക്കിന് ഇതിനെ വിശേഷിപ്പിക്കുകയാണ് എക്സലന്റ്. താങ്ക് യു എക്സലന്റ് സർ. എന്നാണ് പറയേണ്ടത്. ഇംഗ്ലീഷിലെ ഈ എക്സലന്റ് എന്ന വാക്കിന്റെ മീനിങ് ഡു യുവർ ഡ്യൂട്ടി പ്ലസ് എ ലിറ്റിൽ മോർ എന്നാണ്. നമ്മൾ ചെയ്യാനുള്ള പണി ചെയ്യുക, എന്നാൽ എന്തോ ഒന്ന് കൂടുതലൂടെ ചെയ്യുക. ഓർക്കസ്ട്ര ടീം അത് തന്നെയാണ് ചെയ്തത്. എക്സലന്റ് വർക്കാണ്. കാര്യം അവർ ചെയ്യേണ്ട പണി ചെയ്തുകൊണ്ട്, പക്ഷെ എന്തോ ഒന്ന് കൂടുതലായിട്ട് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് മോടെ ഇപ്പോൾ പ്രകടനം. സാധാരണ എല്ലാവരും പാടുന്നുണ്ട്, പക്ഷെ പാടുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്തൊക്കെയോ ചെയ്തതായിട്ട്, അത് പ്രസൻസ് കൊണ്ടാണെങ്കിലും ബോഡി ലാംഗ്വേജിലൂടെ ആണെങ്കിലും, എന്നാലും അല്ലറ ചില്ലറ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുമായിരുന്നു. അതായത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്തതായ ഈ ഓർക്കസ്ട്ര ടീമിനെയൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കുകയോ ഒന്ന് ചിരിച്ച് കാണിക്കുകയൊക്കെ ചെയ്താൽ അവരും ചിരിക്കും. അല്ലെങ്കിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭീകരമായിട്ട് തോന്നും. അവരെ ഒന്ന് ചിരിപ്പിക്കണം, അവരെയൊക്കെ ഒന്ന് ലൈറ്റ് ആക്കി എടുക്കണം, അവരെ ഒന്ന് സോഫ്റ്റ് ആക്കണം, അവരെ നമ്മളിലേക്ക് അടുപ്പിക്കണം, ഓഡിയൻസിനെ നമ്മളിലേക്ക് അടുപ്പിക്കണം. എല്ലാവരും ആശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. മെഹ്റീൻ ചേച്ചി. നീ എന്താ മാർക്സ്. മാർക്സിലാണോ അല്ലേ? മോഹൻ പിള്ള സർ 40 എത്രയാണ്? 39 മാർക്ക് ഞാൻ തരുന്നു. താങ്ക് യു സർ. ഫസീലത്ത. എത്ര കൊടുക്കണം സുനിത? 39. 39. താങ്ക് യു. മോൻസി സർ 20 എത്രയാണ് കൊടുക്കുന്നത്? ഞാൻ 18 മാർക്ക് നൽകുന്നു. താങ്ക് യു സർ. മെഹ്റീൻ 96 ഔട്ട് ഓഫ് 100. താങ്ക് യു. നല്ല മാർക്സ് അല്ലേ? സന്തോഷായില്ലേ? അതിപ്പോ നല്ല ചിരിയുണ്ട് കേട്ടോ മുഖത്ത്. ശരിക്കൊരു എന്താ പറയാ, റോസാപ്പൂ പോലെ ഉണ്ട്. താങ്ക് യു. ഈ ഇതുവരെക്കുള്ളതിനെ വെച്ചിട്ട് ഏറ്റവും ഉയർന്ന സ്കോറാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു? 84. 84. അതിന്ന് എത്രയാ ഉയർന്നിരിക്കണേ? ഓക്കെ, താങ്ക് യു. ഇനിയത്തെ പെർഫോമൻസ് ഇതുപോലെ തന്നെ നന്നാക്കി